ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഗൈസ്, നമുക്ക് ഈ ആഴ്ച ഇന്ത്യൻ ഓട്ടോയിൽ നടന്നാക്കുന്ന അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ എന്താണെന്ന് നോക്കാം. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ KTM അവരുടെ ഡ്യൂക്ക് 390 പ്രൈസ് കുറച്ചിട്ടുണ്ട്. ഒരു 18,000 രൂപയാണ് എക്സ്-ഷോറൂം പ്രൈസ് കുറച്ചാക്കണം. നേരത്തെ 3,13,000 പ്രൈസ്, ഇപ്പോൾ 2,95,000 രൂപയാണ് പ്രൈസ് വന്നത് എക്സ്-ഷോറൂം പ്രൈസ്. പ്രൈസ് കുറക്കാനുള്ള കാരണം അവർ പറഞ്ഞിട്ടില്ല. ലൈക്ക് സെയിം ബൈക്ക് തന്നെയാണ് അവർ റേറ്റ് കുറച്ച് കൊടുക്കുന്നത്. KTM സെയിൽസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ഒരു കുറച്ചാളായിട്ട് കുറവാണ്. മേ ബി അതുകൊണ്ടായിരിക്കാം അവർ കുറക്കണത്, കറക്റ്റായിട്ട് അറിയില്ല. എന്തായാലും ഇപ്പോൾ പ്രൈസ് കുറച്ച് കഴിഞ്ഞിട്ടുള്ള റെസ്പോൺസ്, ലൈക്ക് മാർക്കറ്റിൽ നിന്നുള്ള റെസ്പോൺസും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അടുത്ത ന്യൂസ് നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ ഷോർട്ട് ഗൺ 650 ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ഐക്കോണിക് എഡിഷൻ എന്നൊരു എഡിഷൻ റോയൽ എൻഫീൽഡ് ഇറക്കിയിരുന്നു. മെയിനായിട്ടുള്ള അപ്ഡേറ്റ്സ് എന്ന് വെച്ചാൽ മെക്കാനിക്കൽ പരമായിട്ട് അപ്ഡേറ്റ്സും കാര്യങ്ങളൊന്നും ഇല്ല. സെയിം എഞ്ചിനും കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്യണം. പക്ഷെ അപ്ഡേറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ അപ്പിയറൻസിൽ കുറച്ച് മാറ്റങ്ങൾ എടുത്തിട്ടുണ്ട്. പക്ഷെ മെയിനായിട്ട് ഒരു പെയിന്റ് സ്കീം പുതിയതായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് അവർ. കൊള്ളാം, അത്യാവശ്യം കാണാൻ ലുക്കൊക്കെ ഉള്ള ഒരു പെയിന്റ് സ്കീമാണ്. പിന്നെ സസ്പെൻഷൻ ബ്ലൂ കളർ ആക്കിയിട്ടുണ്ട്. പിന്നെ അലോയ് വീൽസ് ഒരു ഗോൾഡൻ കളർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാർ ആൻഡ് മിറേഴ്സ് കൊടുത്തിട്ടുണ്ട്. സോ ഇത്രയും അപ്ഡേറ്റ്സ് ആണ് റോയൽ എൻഫീൽഡ് മെയിനായിട്ട് കൊണ്ടുവന്നിരുന്നത്. പക്ഷേ ഒരു 65,000 രൂപ കൂട്ടിയിരുന്നു വണ്ടിക്ക്. പക്ഷേ ആക്ച്വലി വണ്ടി ലിമിറ്റഡ് നമ്പേഴ്സ് മാത്രമേ സെയിലിന് ഉണ്ടായുള്ളൂ. പക്ഷെ അപ്പം തന്നെ വണ്ടി ഫുൾ സെയിലായി പോവുകയും ചെയ്ത്. സോ 65,000 രൂപ കൂട്ടിയിട്ടിട്ട് പോലും ആൾക്കാരത് വാങ്ങിച്ചെന്നുള്ളതാണ് സത്യം. വെച്ചാൽ ലൈക്ക് സെയിം എഞ്ചിൻ തന്നെയാണ് കൊടുക്കണം. ജസ്റ്റ് ഒരു അപ്പിയറൻസിൽ മാത്രം ഡിഫറൻസ് ഉണ്ടായത്. പക്ഷേ വണ്ടി ഫുള്ള് ഒറ്റയടിക്ക് തന്നെ വിട്ടുപോയിട്ടുണ്ട് വണ്ടി എന്തായാലും. പിന്നെ നമ്മുടെ ഹോണ്ടയുടെ CB200X ഉണ്ടായില്ല, അത് അവർ പേര് മാറ്റിയിട്ട് NX200 എന്നുള്ള മോഡലിലോട്ട് ലൈക്ക് പേരിലോട്ട് മാറ്റിയിട്ടുണ്ട്. എന്താണ് റീസൺ അറിയില്ല. മേ ബി അവരുടെ ടോപ്പ് എൻഡ് ബൈക്സ് ആയ NX500 ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു നെയിമിംഗ് തന്നെ ഫോളോ ചെയ്യാനായിരിക്കും മേ ബി NX200 എന്നുള്ള പേരിലോട്ട് മാറ്റിയത്. ആൻഡ് അപ്ഡേറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു TF ഡിസ്പ്ലേ വന്നിട്ടുണ്ട് ഇപ്പോൾ. പിന്നെ സിംഗിൾ ചാനൽ ABS മാറ്റിയിട്ട് ഡ്യുവൽ ചാനൽ ABS ആക്കിയിട്ടുണ്ട്. പിന്നെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും കൊടുക്കുന്നുണ്ട്. സോ അപ്പോൾ ഇത്രയും ചേഞ്ച്, ഈ 3 ചേഞ്ചസ് ആണ് മെയിനായിട്ട് വന്നാക്കുന്ന വണ്ടിയിൽ. സോ അപ്പോൾ ഒരു 18,000 രൂപ എക്സ്-ഷോറൂം പ്രൈസും കൂട്ടിയിട്ടുണ്ട് വണ്ടിക്ക്. ഇപ്പോൾ പ്രൈസ് വന്നത് 1,68,000 രൂപയാണ് പ്രൈസ് വന്നത്. ആൻഡ് പണ്ട് നമുക്ക് പ്രൈസ് വന്നിരുന്നത് 1,50,000 രൂപയായിരുന്നു. സോ ഇപ്പോൾ ഒരു 18,000 രൂപയ്ക്ക് അവർ ഇത്രയും ഫീച്ചേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ചെറുതായിട്ട് പേരും മാറ്റിയിട്ടുണ്ട്. NS200 എന്നാണ് ഇപ്പോൾ നമ്മുടെ CB200Xന്റെ പുതിയ നെയിം വന്നത്. പിന്നെ നമ്മുടെ കവാസാക്കിയുടെ വേഴ്സസ് 1100 2025 മോഡലിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു 4 സിലിണ്ടർ ബൈക്കാണിത്. പിന്നെ 135 PHP 112 Nm ടോർക്കാണ് ഈ വണ്ടി പ്രൊഡ്യൂസ് ചെയ്യണത്. പിന്നെ പ്രൈസ് വന്നത് 12,90,000 രൂപയാണ്. സോ അപ്പോൾ നിങ്ങളൊരു ബഡ്ജറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ലിറ്റർ ക്ലാസ് ഒക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നോക്കാവുന്ന ഒരു ബൈക്കാണ്. അത്യാവശ്യം നല്ല രീതിയിൽ ടൂറിങ്ങിനൊക്കെ പറ്റിയൊരു ബൈക്കാണ്. സോ ഗൈസ്, അപ്പോൾ മെയിനായിട്ടുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഇത്രയാണ്. നമുക്ക് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു, ബൈ ബൈ.